ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. ചേലക്കര ഭൂതങ്കോട്ടുകുളത്തിന് സമീപം താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി കുടുംബം വാർത്താ സമ്മേളനം നടത്തി. കള്ളരേഖയും കള്ളൊപ്പുമുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും ഇതിനു പിന്നിൽ മുൻ മന്ത്രിയും നിലവിൽ MP-യുമായ K. രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണെന്നും കുടുംബത്തിന്റെ ആരോപണം. UR പ്രദീപ് ആദ്യം MLA ആയി വരുമ്പോൾ തങ്ങൾക്ക് കുഴപ്പമില്ല എന്നും UR പ്രദീപ് മാറി K. രാധാകൃഷ്ണൻ വരുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നു എന്നും അവർ പറഞ്ഞു. വീട് ഒഴിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ശവം കൂടി കൊണ്ടുപോകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മ, സൈനുദ്ദീൻ, ജമീല, വാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ ഇരിക്കുന്ന വീട് 10-60 കൊല്ലമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും എൻ്റെ മക്കളും 10-60 കൊല്ലമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്നേ മുതൽ തൊട്ട് ഞങ്ങൾക്ക് സ്വൈരം പറയുന്നതില്ല. അതിൻ്റെ മുന്നേ കാലത്ത് നായന്മാരവിടെ താമസിച്ചു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പരാതിയും യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്നപ്പോൾ അവൻ്റെ കാശിൻ്റെ സ്വാധീനം കൊണ്ട് രാഷ്ട്രീയത്തിനെയും മറ്റുള്ളവരെയും എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് സ്വൈരവും സമാധാനവും അവിടെ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവന് ഞാനും എൻ്റെ നാല് മക്കൾ ഒരാളെ കൊടുത്തു, 3 ആളും. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങളെ കേസും കോടതിയും ഇനി എത്താത്ത സ്ഥലമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടണില്ല. എവിടെ പോയാലും ഏത് കോടതിയിൽ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടണില്ല. എത്ര രേഖയുണ്ടെങ്കിലും ആ രേഖയൊന്നും അവർ സ്വീകരിക്കണില്ല. എല്ലാ രേഖയുണ്ട്, ഞങ്ങൾക്ക് നീതി അടക്കുന്നുണ്ട്, കറണ്ട് ഉണ്ട്, പഞ്ചായത്ത് നമ്പറുണ്ട്, ഓണർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തതില്ല ഞങ്ങൾക്ക്. ഈ 10-60 കൊല്ലവും ഞാൻ അവിടെ താമസിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഒരാൾക്കും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും ബുദ്ധിമുട്ടിച്ച് വന്നിട്ടുമില്ല. ഇപ്പം പഞ്ചായത്തിന് നിന്ന് NOC പാസ്സാക്കിയിട്ടുണ്ട് പട്ടയത്തിന് വേണ്ടിയിട്ട്. പട്ടയത്തിന് ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പട്ടയം കിട്ടിയിട്ടില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തും ഞങ്ങളെ അവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഞങ്ങളോട്. എന്നാലോ ഈ പേലക്കരയിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാവിടെയും പുറമ്പോക്ക് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും അവർക്ക് വേണ്ട. ഈ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളെ പൊളിച്ച് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മനഃപൂർവ്വം വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിച്ച് ഞങ്ങൾക്ക് സമാധാനം അവിടെ തരണം. പൊതുജനങ്ങളുടെ പരാതിയാക്കി ഇയാൾ കേസ് കൊടുത്ത കാരനാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ വ്യക്തി ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് ഇയാൾ ഞങ്ങളെ ഓട് വെക്കുമ്പോഴും ഇയാൾ മനഃപൂർവ്വം പരാതി കൊടുത്ത് പഞ്ചായത്തിനെ സ്വാധീനിച്ച് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാനുള്ള രേഖകൾ ഉണ്ടാക്കുക, കള്ളരേഖകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട് ഓട് വെച്ചതിന് ഇയാൾക്ക് എന്തിനാണ് ഇയാൾ ഞങ്ങളുടെ പേരിൽ പരാതി കൊടുക്കുക? അതുപോലെ പൊതുജനങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരെഴുതി ചേർത്തിട്ട് അവരുടെ കള്ളൊപ്പ് ഇടിപ്പിച്ചിട്ടാണ് ഇയാൾ കോടതിയിൽ തെറ്റായ രേഖകൾ വെച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടാക്കുന്നത്. അതിന് അയാൾ വിധി നേടുക. ഞങ്ങൾക്ക് എവിടെ പോയാലും നീതി കിട്ടണില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വന്നാലാണ് ഇയാളുടെ കഴിവ് മാത്രമല്ല, പണത്തിൻ്റെയും രാഷ്ട്രീയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഉന്നത നേതാവിൻ്റെ പിൻബലം കൂടി ഇതിലുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. ദേവസ്വത്തിൻ്റെ സ്ഥലമല്ലാത്ത സ്ഥലത്തിനെ ഇവർ ദേവസ്വമാണെന്ന്, പുറമ്പോക്ക് ഭൂമിയാണ് രേഖയിൽ, വില്ലേജിലും മറ്റുള്ള രേഖകളിലൊക്കെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണെങ്കിൽ കൂടി അത് ദേവസ്വമാക്കി മാറ്റിയിട്ട് അത് ദേവസ്വം വക ഭൂമിയാണ് പറഞ്ഞ് അവിടെ 10-12 ആൾക്കാർക്ക് ഈ സ്ഥലമുണ്ട്.
ഈ ദേവസ്വത്തിൽ പെട്ട സ്ഥലം. പക്ഷെ അവർക്ക് ആർക്കും കേസില്ല. ഈ ബീവാത്തുമ്മയ്ക്ക് മാത്രമാണ് ഈ കേസ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇതിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ തിരിച്ചാണ് ഞങ്ങൾക്ക് വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ല വരുന്നത്. 12 ആൾക്ക് മാക്സിമം അവിടെ ഇപ്പോഴും സ്ഥലമുണ്ട്. ഈ കേസ് കൊടുത്ത ആളുടെ കയ്യിലും ഉണ്ട് സ്ഥലം, ഈ ദേവസ്വത്തിൻ്റെ സ്ഥലം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ മാത്രം കേസിന് കൊടുത്താൽ പോലും ഈ രേഖ ആരും പരിശോധിക്കുകയോ ഈ സ്ഥലം അളന്നിട്ട് ആരുടെ കയ്യിലൊക്കെ ഉണ്ട് പറഞ്ഞ് തിട്ടപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ ബീവാത്തുമ്മേനെ മാത്രമാണ് ഈ കേസിൽ വരുന്നത്. ഇത് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് നീതി ഇതിന് വിധിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ മനഃപൂർവ്വം ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പിൻബലത്തിലാണ് ഞങ്ങളെ ഈ പുറമ്പോക്ക് ഭൂമി ദേവസ്വമാക്കി മാറ്റിയിട്ടും എല്ലാം കൊണ്ടും ഞങ്ങളതിനെ കേസിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ വീട് അവിടെ നിന്ന് പോകണമെന്നും ഇവരുടെ ആവശ്യങ്ങൾക്ക് ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യണത്. അപ്പം ഞാനും മോളും കൂടിയാണ് പോയത്. അവിടെ പോയപ്പോൾ എന്താണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന പോലെയാണ്, ഞങ്ങൾക്ക് ആ മരത്തിൻ്റെ കൊമ്പൊക്കെ ഒന്ന് മുറിച്ച് തരണം പറഞ്ഞു. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ പറഞ്ഞു. അപ്പോൾ സംസാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ 2 റൂം, ഞങ്ങളുടെ വീടിൻ്റെ 2 റൂം പൊളിച്ചു കൊടുത്താൽ ഈ മാവും കൊമ്പ് കടയോടക്കനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു തരാം, അല്ലാത്തവിടത്തോളം കാലം നടക്കൂല, വരുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു പറഞ്ഞു. രാധാകൃഷ്ണൻ പ്രതംഡി. പെറ്റ ഉമ്മയും ജനിച്ചു വളർന്ന വീടും സ്വർഗ്ഗതുല്യമാണെന്ന് പറയുക. പക്ഷെ നമുക്കത് സ്വർഗം ആവാൻ പറ്റുന്നില്ല. നമ്മുടെ അയൽവക്കക്കാരൻ വന്ന് താമസാക്കിയതിന് ശേഷം അതിൻ്റെ മുമ്പുള്ള ആളുകളായിട്ട് ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ്. ഈ സ്വകാര്യ വ്യക്തി വന്നതിന് ശേഷം ഇയാളുടെ മണിമാളികയ്ക്ക് കാഴ്ചയ്ക്ക് ഭംഗി കുറവാണെന്നുള്ള ഒരു ആവശ്യമായി ഇയാൾ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര പൂക്കുളങ്ങര കോളനി റോഡ് ടാറിങ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ തൊട്ടിപ്പുറത്തുള്ള ഷീബ ഷുബു അവർ താമസിക്കും, ചിറ്റലപ്പള്ളി വർദ്ധപ്പൻ്റെ വീടാണ് അവർ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അവരും ഈ കേസിലുണ്ട്. അവരിപ്പോൾ ഇന്ന് എത്താൻ പറ്റില്ല, ജോലി കാരണം അവർ എത്തിയിട്ടില്ല. അപ്പോൾ ആ 2 വീടും അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയാലാണ് പൂക്കുളങ്ങര കോളനി റോഡ് ടാർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് RDOക്ക്. RDOക്ക് അല്ല കേസ് കൊടുത്തത്, ഹൈക്കോടതിയിലാണ് പോയത്. സാധാരണ നമ്മൾ താഴെ കോടതിയിൽ നിന്നാണ് മുകളിലേക്ക് പോവുക. ഈ വ്യക്തി ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. ഈ റിട്ട് കൊടുത്തിട്ട് അപ്പീൽ കൊടുത്തിട്ട് ഞങ്ങൾ തള്ളിച്ചു. പിന്നെ അത് ഗവൺമെൻറ്റിലേക്ക് എത്തിയപ്പോൾ ഗവൺമെൻറ്റിൽ സ്വാധീനങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള രേഖകളില്ല. രേഖകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് കൊടുത്താലും ഈ രേഖ ഇല്ല എന്നാണ് ഓർഡറിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രേഖ ഇല്ല എന്ന് ഓർഡർ ഇടുമ്പോൾ അതിനെതിരെ നമുക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് തരുന്ന രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലാതെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കണതല്ല. ഗവൺമെൻറ് തരുന്ന രേഖയ്ക്ക് തന്നെ പല ഉദ്യോഗസ്ഥന്മാരും പല തട്ടിലാണ്. നീതിമാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, നീതിമാന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇതിന് നീതിമാന്മാരല്ലാത്ത ആളുകളാണ് നമുക്കെതിരെ ഓർഡർ ഇടുന്നത്. അത് ഈ സ്വാധീനമാണ്, അല്ലാതെ വേറെ ഒന്നല്ല. അത് ഏത് പാർട്ടി വന്നാലും ആ പാർട്ടിയുടെ ആളുകളെ കൂട്ടുപിടിക്കുക. ഇത് ഒരു കോക്കസ് തന്നെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഏത് ഭരണം വന്നാലും ആ ആളുകളെ പിടിക്കുക, അങ്ങനെയുള്ള ഒരു ഇതാണത്. അത് അവസാനം ഇപ്പോൾ കോടതിയിൽ എത്തി നിൽക്കണം. ഇപ്പോൾ സ്റ്റേലാണ്, ഹൈക്കോടതി സ്റ്റേലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്, അതായത് ഓംബുഡ്സ്മാൻ, അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് 2 തവണ NOC പാസ്സാക്കിയതാണ് പട്ടയത്തിന്. അത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം കഴിഞ്ഞതാണ്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് താലൂക്കിൽ നിന്ന് കടലാസ് വന്ന് പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി. ആ പാസ്സാക്കിയത് ഒരു പഞ്ചായത്ത് സെക്രട്ടറി തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. പഞ്ചായത്ത് കമ്മിറ്റി പരിശോധന നടത്തിയിട്ട് അത് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി പാസ്സാക്കിയാൽ അന്ന് UDF ഭരിക്കണ്ടായിരുന്നു. ഈ LDFൻ്റെ പഞ്ചായത്തുകൾ വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് എതിരേ ഉള്ളൂ. UDFൻ്റെ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾക്ക് എതിരില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആൾ ആരായിട്ടാണ് കൂടുതൽ കണക്ഷൻ എന്നുള്ളത്. ഇപ്പോൾ എന്തപ്പോൾ ഇത് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറുമല പൂക്കുളങ്ങര കോളനി റോഡിലെ ആളുകളായിട്ട് അതിൽ ഒപ്പിട്ട ആളുകളോട് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല,
നിങ്ങളുടെ വീട് അവിടെ നിന്ന് പൊളിച്ച് കളയാൻ വേണ്ടി ഞങ്ങൾ ഒരാൾക്കും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയണത്. അത് കാണിച്ചു കൊടുത്ത് പറയുന്നത് ഞങ്ങളുടെ ഒപ്പല്ല, അഡ്രസ്സ് ഞങ്ങളുടെയാണ്, പക്ഷേ ഞങ്ങളുടെ ഒപ്പല്ല, ഇത് കള്ളൊപ്പാണ്. പിന്നെ അവിടെ ഒരു ടീം നോക്കി പറയും ഇത് ഒരാൾ എഴുതിയിട്ട് ഒരേപോലെ ഒരാൾ എന്നെ കയ്യക്ഷരത്തിൽ എഴുതിയിറക്കുക, ഒരാൾ എന്നെ ഒപ്പിട്ടിറക്കുകയാണ്. അപ്പോൾ അതിൽ ചതി ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം തന്നെ വിളിക്കേണ്ടി വന്നത്. കാരണം അല്ലാതെ നമുക്ക് ഇനി കോടതിയിലൊന്നും നമുക്ക് ഇനി തെളിയിക്കാനൊന്നുമില്ല. കാരണം നമ്മുടെ ഇത്രയും രേഖകൾ ഉണ്ടായിട്ടടക്കം 68 നികുതി അടക്കുന്ന കടലാസുണ്ട്, 968 വില്ലേജിൽ നികുതി അടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാലപ്പഴക്കം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, രേഖയുണ്ട്, രേഖ കാണിച്ചു തരാം. എല്ലാ രേഖകളും ഉണ്ട് നമുക്ക്. രേഖകളാണ് ഞങ്ങൾ 97 പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 1997 പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ സ്വകാര്യ വ്യക്തിയായിട്ട് കേസ് ഉണ്ടാവണത് 2004 അപ്പോൾ ഇയാൾ വരുന്നതിനായിട്ടും മുന്നേ ഞങ്ങളവിടെ ഇല്ലേ. അപ്പോൾ ഇതൊന്നും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ ജനങ്ങൾ ഇങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെന്നോ ഈ ജനങ്ങളായിട്ട് നേരിട്ട് ഇവർക്കെതിരെ അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ജനങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ ജനങ്ങൾ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒപ്പ് ഇവർ ഈ ഒരു ആളായിട്ട് ബന്ധത്തിൻ്റെ പേരിൽ ഇയാൾക്കത് മാറ്റി ചെയ്തിറക്കണം. അതൊന്നും കോടതിയിൽ നമുക്ക് ഈ ഒരു വിഷയം വരാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് അപ്പീലിൽ തള്ളിപ്പോയതാണ്. അത് കാരണം പിന്നെ നമുക്ക് ജനങ്ങളിലേക്ക് നമുക്ക് സമീപിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഓംബുഡ്സ്മാൻ ആയാലും ഗവൺമെൻറ് ആയാലും അതിലൊക്കെ രേഖപ്പെടുത്തുന്നത് പൊതുജനങ്ങളുടെ പരാതിയാണെന്നാണ്. ഞങ്ങൾ മൊത്തം 2 സർവേയിലും കൂടി ഇരിക്കുന്ന 4 സെൻറ്റ് സ്ഥലത്താണ് എൻ്റെ ഉമ്മ ഇരിക്കുന്നത്, എൻ്റെ ഉമ്മൻ്റെ സ്ഥലമാണ്. അതിൽ ഈ 262 ദേവസ്വമാണെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഓർഡർ ഇടുന്നത്. എന്നാൽ BTRലോ പഞ്ചായത്തിൻ്റെ വിവരാവകാശത്തിലോ വില്ലേജിൻ്റെ വിവരാവകാശത്തിലോ ബ്ലോക്കിൻ്റെ വിവരാവകാശത്തിലോ ദേവസ്വം ഭൂമി അല്ല. ഈ രേഖ നമ്മൾ കാണിച്ചു കൊടുത്താലും അവർ എതിരെ വിധിക്കണത്. അതെന്താണ് അതിൻ്റെ ഇതെന്ന് മനസ്സിലായില്ല. ഈ രേഖകൾ നമ്മൾ ഹിയറിങ്ങിൽ വിളിച്ചിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ പരിശോധനയ്ക്ക് വന്നു ചേലക്കരയിൽ. അവരെന്നോട് പറഞ്ഞ ഭാഷ എന്താണെന്നറിയോ? കാരണം നമുക്കിത് സമൂഹത്തിനോട് പറയാതിരിക്കാൻ പറ്റില്ല. ഡെപ്യൂട്ടി കളക്ടർ വനിതയായിരുന്നു. അവർ വന്നിട്ട് സ്ഥലപരിശോധനയൊക്കെ നടത്തിയിട്ട് പറയണത്, സൈനു നിങ്ങളുടെ കയ്യിലുള്ള രേഖയൊക്കെ ശരി തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മെമ്പർമാർ പറയണതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഡെപ്യൂട്ടി കളക്ടർ പറയാണ്. അപ്പോൾ പിന്നെ ഇവർ ഒരു അധികാരപ്പെട്ട ആളുകളല്ലേ, സർക്കാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ. അവർ നമ്മൾ ഒരു കടലാസ് നമുക്ക് അയക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കണം? ജനപ്രതിനിധികൾ പറയുന്നത് കേൾക്കാനല്ലല്ലോ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലണത്. നീതി ന്യായം എവിടെ? സത്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പോണത്. ഈ സത്യം നീതി എന്നല്ല ഇവിടെ നടക്കണത്. ആരുടെ അടുത്ത് പണം ഉണ്ടോ അല്ലെങ്കിൽ ആർക്കും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ അവർ പറയുന്നതാണ് ഇവിടെ നടക്കണത്. ഈ ചേലക്കര 22 വാർഡിലുണ്ട് പുറമ്പോക്ക്, 22 വാർഡിലുണ്ട്. ഇതൊന്നും പ്രശ്നമില്ല. റോഡ് സൈഡിലുണ്ട്. എൻ്റെ വീടിന് മുമ്പ് കൂടെ ഞങ്ങളുടെ വീടിന് മുമ്പ് കൂടെ ബസ് പോണതാ, നിങ്ങൾക്കറിയാലോ. ബസ് പോകുന്നുണ്ട്, വട്ടുള്ളിയിലേക്ക് പോകുന്നുണ്ട്, തോന്നുറക്കരയിലേക്ക് പോകുന്നുണ്ട്, പത്തൂടി വഴിക്ക് പോകുന്നുണ്ട്, ഏച്ചാടി വഴിക്കൊക്കെ ബസ്സുകൾ പോകുന്നുണ്ട്. ഈ ബസ് ഈ വീട് റോഡിൻ്റെ നടുക്കിലാണെന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, ബഹുമാനപ്പെട്ട കോടതികളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇവർ. അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് തന്നെ. ബഹുമാനപ്പെട്ട കോടതികളെ തെറ്റിദ്ധരിപ്പിക്കുക. അതായത് ആളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫോട്ടോ എടുത്തിറക്കുന്നത്, റോഡിൻ്റെ നടുക്കിൽ വീടാണെന്ന് കാണിച്ചിട്ട്. അത് ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. റോഡ് കാണിച്ചിട്ട് ഫോട്ടോ എടുക്കുക കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഞങ്ങൾ റോഡ് കാണിച്ചിട്ടാണ് റിട്ട് തള്ളിയത് തന്നെ. റോഡ് കാണിച്ച് വലിയ ടോറസ് നിർത്തി ഫോട്ടോ എടുത്തിട്ടാണ് ആ റിട്ട് തള്ളാൻ കാരണം. പിന്നീടൊക്കെ അങ്ങോട്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളാണ്. പക്ഷേ ഈ ഞങ്ങൾക്കെതിരെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ള ആ റോട്ടിൽ തന്നെ ഇപ്പോൾ ഒരു പെട്ടിക്കട വന്നിട്ടുണ്ട്. അവർ ഉപജീവന മാർഗത്തിൽ വന്നിട്ടുള്ളതാണ്. അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരിക്കണം, നല്ല കാര്യമാണ്. കാരണം അവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ റോഡ് കയ്യേറ്റം എന്ന് റോഡ് വീതിയില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്തിറക്കുന്നത് ആ പെട്ടിക്കട. 1997 ഞങ്ങൾ പട്ടയത്തിന് കൊടുത്ത ഞങ്ങൾ ഈ പഞ്ചായത്ത് അറിയാണ്ടാണ് അവിടെ കയറിയുന്ന. പഞ്ചായത്ത് അവിടെ കയറിയാൽ പഞ്ചായത്തിന് കറണ്ട് കിട്ടുമോ? റേഷൻ കാർഡ് കിട്ടുമോ? കെട്ടിട നികുതി കിട്ടുമോ? വീട് നമ്പർ കിട്ടുമോ? ഇതൊക്കെ എങ്ങനെ കിട്ടി? ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ. 2004 ഞങ്ങൾക്ക് കടലാസ് അയക്കുമ്പോൾ അവരറിയാണ്ട് ഞങ്ങൾ കയ്യേറി എന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയത്? ഈ കോടതിയിൽ പറയുന്നത് അതാണ്, അവരറിയാണ്ട് ഞങ്ങൾ കയ്യേറിയെന്ന്.
ഇവരറിയാണ്ടാണോ ഞങ്ങൾക്ക് നമ്പർ കിട്ടണത്? അപ്പോൾ ഇതൊന്നല്ല അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. ഈ ഒരു സ്വകാര്യ വ്യക്തിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. റോഡിന് 8 മീറ്റർ റോഡ് വീതിയുണ്ട്. ഇപ്പോൾ ഈ ദേവസ്വം ഭൂമി എന്ന് പറഞ്ഞല്ലോ, ഈ ദേവസ്വക്കാർ ഒരു തവണ അവിടെ വന്ന് അളക്കലുണ്ടായി. ഈ അളന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള പാടത്ത് കുറ്റിയടിച്ചിട്ടുണ്ട്. ഒരു 3 മീറ്ററോളം അങ്ങോട്ട് പാടത്തേക്ക് കുറ്റിയടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ അടക്കം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് ആ സ്ഥലമൊന്നും ഇവർക്ക് റോഡിന് വേണ്ട. ഈ റോഡിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അങ്ങനെ അവിടെ ഒരു പ്രശ്നമില്ല. ഇത് മനഃപൂർവ്വം ഒന്നും ചെയ്യാതെ, അന്വേഷിക്കാതെയും അളക്കാതെയും ചെയ്യാതെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാളും ഞങ്ങൾ തമ്മിലൊരു കേസാണെന്നാണ്. അങ്ങനെയാണ് ഇവർ ഇത് പുറമേക്ക് പറയണത്. ഈ ആളുകളുടെ ഒപ്പ് വെച്ചിട്ടാണ് ഈ വിധികൾ മുഴുവനും ഉണ്ടാവുന്നത്, പൊതുജനങ്ങളുടെ ആവശ്യം എന്നാണ്. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അങ്ങനെ വന്ന് നോക്കണം. ജില്ലാ പഞ്ചായത്തിന് വെറും 6 മീറ്റർ റോഡ് വീതി വേണ്ടു. അവിടെ കാനയില്ല എന്നാണ് ഒന്ന്. നിങ്ങളൊന്ന് നോക്ക് കാനയുണ്ടോയെന്ന്. അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പേരിൽ കൊടുത്തിട്ടുള്ള ഈ പരാതിക്കാരൻ ഒരു കുറുമല റോഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പെട്ടിക്കട വന്നപ്പോൾ പരാതി കൊടുത്തില്ല. ഈ ഹൈവേ ഇല്ലേ, ഈ നാഷണൽ ഹൈവേ ഇവിടെ പണിതു. എത്ര പേരുടെ ഇവിടുന്ന് പുറമ്പോക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ആ പുതിപ്പാലം വരെ വന്ന് നിൽക്കല്ലേ, അതേപോലെ കോൺവെൻറ്റിന് വരെ വന്ന് നിൽക്കല്ലേ. ബാക്കി അവിടെ വീതി ഇവരെടുത്തോ? എല്ലാവരും ഇവർ അളന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഹൈവേയിലും കൂടി പോലും സ്ഥലങ്ങൾ എടുക്കാൻ ഇവർ തയ്യാറാവാതെ ഈ ഒരു ഗ്രാമം റോട്ടിൽ ഇത്രയും വീതിയുള്ള സ്ഥലത്ത്, ഇനി വീതിക്ക് സ്ഥലം കറക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇവർ ഈ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ദുരൂഹത പുറത്ത് വരണം. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ആളുടെ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ വേസ്റ്റ് ഇടുകയാണ്, പൊതുജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്തു. ആ പരാതിയിൽ ഞങ്ങൾക്ക് വിധിയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മറ്റേ കമ്മീഷൻ വന്ന പരിശോധന നടത്തി. കമ്മീഷൻ പരിശോധന നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തതിൽ വിധി വന്നത് നിങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ പ്രശ്നം നിങ്ങൾ ഉന്നയിക്കണത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അപ്പുറത്ത് വലിയൊരു മതിൽ കാണാണ്ട് രേഖയിൽ നിങ്ങൾ അങ്ങോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാത്. ഇത് കോടതിയുടെ ഉത്തരവാണ്. ഈ ഉത്തരവാണ് ശരിക്കും വരേണ്ടത്. ഇത് കമ്മീഷൻ വന്ന് പരിശോധന നടത്തിയിട്ട് വന്നത്. അതേപോലെ കമ്മീഷൻ വന്ന് പരിശോധിച്ചാൽ ഈ സത്യങ്ങൾ മുഴുവൻ പുറത്തു വരും. ഞങ്ങൾ പറയണത് മുഴുവൻ വിശ്വസിക്കണ്ട. ചാനലായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് നേരിട്ട് വന്ന് പരിശോധന നടത്തട്ടെ. ഇത് നേരിട്ട് പരിശോധനയില്ല. ഒക്കെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇവരായിട്ടുള്ള ബന്ധങ്ങൾ നടത്തുക, ഇവരുടെ കാര്യങ്ങൾ നടത്തുക, ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ പഞ്ചായത്ത് സെക്രട്ടറി, ഇപ്പോഴത്തെ പഞ്ചായത്ത് സെക്രട്ടറി ദേവസ്വത്തിൻ്റെ ഹിയറിങ്ങിൽ, ഡെപ്യൂട്ടി കളക്ടറിൻ്റെ ഹിയറിങ്ങിന് വന്നു. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇപ്പോൾ വിജയലക്ഷ്മി ചേച്ചി റിട്ടയർഡായിപ്പോയി. ഇവർ രണ്ടുപേരും ഞങ്ങൾ BTRും വിവരാവകാശം എല്ലാം കൊണ്ടുപോയി. ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ കൊടുത്തു. ഈ ഡെപ്യൂട്ടി കളക്ടർ ചോദിച്ചു, ഈ പൂതംകോട്ടുകളെന്ന് പറയുന്ന സ്ഥലം ആരുടെയാണെന്ന് അവരോട് ചോദിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി, ഇപ്പോഴുള്ള പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മിയോ എന്ന പേര്, അവർ പറഞ്ഞു പഞ്ചായത്തിൻ്റെയാണ് പറഞ്ഞു. അപ്പോൾ എന്താ അനുബന്ധ രേഖ വെച്ച് പറഞ്ഞു BTR ഉണ്ട് പറഞ്ഞു. അതേപോലെ വില്ലേജ് ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളും പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഇതൊന്നും, ഈ യാഥാർത്ഥ്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല. സത്യം പുറത്ത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഇനി ജനങ്ങളത് ഏറ്റെടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളോടെ പറയാമല്ലോ. അല്ലാതെ ഇനിയിപ്പോൾ അധികാരികളുടെ അടുത്ത് നമ്മൾ പോയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മെമ്പർമാർ പറയണതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ അടുത്താണ് പോവുക? നമ്മൾ എവിടെയാണ് പോകേണ്ടത്? കോടതിക്ക് രേഖകളാണ് വേണ്ടോ? താഴെ കിടയിൽ നിന്ന് എന്താണോ ഉണ്ടാവണത് അതാണ് മുകളിലേക്ക് നോക്കണുള്ളൂ. പക്ഷേ നമ്മൾ താഴെ കടയിൽ കൊടുക്കുന്ന രേഖകൾ എതിരെ വിധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ അപ്പീൽ പോകുക തന്നെ. അത് MLA ആയിരുന്നു ആൾ, ഇവിടെ MP ആയിരുന്നു, ഈ വക സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ തന്നെയാണ് ഇതിന് മുന്നിൽ. ഈ ദേവസ്വം മന്ത്രി ഇറങ്ങണ ആ സമയത്താണ് ഈ കളക്ടറുടെ ഓർഡർ, ഡെപ്യൂട്ടി കളക്ടറുടെ ഓർഡർ ഉണ്ടായത് ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞിട്ട്. ഈ രേഖകളൊക്കെ ഇങ്ങനെ പുറമ്പോക്കായിരിക്കെ, പഞ്ചായത്തിൻ്റെ കൈവശത്തിലായിരിക്കെ എതിരെ വിധി വരണമെങ്കിൽ ആര് സ്വാധീനം ചെലുത്തണം? പ്രദീപ് സാറിൻ്റെ അടുത്ത് പോയി. പ്രദീപ് സാർ ആദ്യം MLA ആയിരുന്ന സമയത്ത് ഈ വ്യക്തിക്ക്
ഞങ്ങൾക്കെതിരെ കേസ് നടക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ സഹായം ഉണ്ടായില്ല. 5 വർഷം ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ല. പ്രദീപ് സാറ് മാറി വേറെ ആൾ വരുമ്പോൾ, പഴയ ആൾ വീണ്ടും വരുമ്പോൾ വീണ്ടും ശക്തിയായിട്ട് നമ്മളെ ദ്രോഹിക്കുക. അപ്പോൾ ഇപ്പോൾ ആളുടെ അടുത്ത് എത്തിയിറക്കണത്, ഇപ്പോൾ ഞങ്ങൾ ആൾ MLA ആയി, ആൾ ജയിച്ചപ്പോൾ ഞങ്ങൾ ആളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിൽ ഇടപെട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് ഞങ്ങളിരുന്നു. വെയിറ്റ് ചെയ്തതിൽ ഇവർ പോയിട്ട് 500ഓളം കുടുംബങ്ങളുടെ പരാതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പിന്നെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അത് 500ഓളം കുടുംബങ്ങളുടെ പരാതിയാണെന്നാണ്. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. ഞങ്ങളുടെ ശവവും ആ വീടും കൂടിയിട്ട് അവരെടുത്തോട്ടെ, അല്ലാതെ ഞങ്ങളതിനെ അതിന് കൂടി ഒഴിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് തീരുമാനം. ഞങ്ങൾക്കൊരു വീട് സ്ഥലം വേറെ തന്നാലും ഞങ്ങൾ പോകാൻ തയ്യാറല്ല. ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, പഞ്ചായത്തിന് വേണ്ടിയിട്ടോ പൊതുജനങ്ങൾക്കോ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ സമ്മതത്തോടു കൂടി കൊടുത്തേർന്നു. ഇതൊരു വ്യക്തിക്കായതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ വീടും ശവവും കൂടിയിട്ട് ഈ പഞ്ചായത്ത് ഏറ്റെടുക്കണം. അതാണ് ഇനി ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇതിന് യാതൊരു ഓപ്ഷനും ഇനി ഇല്ല. ഞങ്ങൾക്ക് നീതിയില്ല. സുപ്രീം കോടതിയും കഴിഞ്ഞു, ഹൈക്കോടതിയും കഴിഞ്ഞു, എല്ലാ കോടതികളും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു. ഇനി ഇതിന് വേണ്ടത് ഒരു തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളാണ്. നിങ്ങളിത് പുറത്തു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680, 9497 179359.